ഹലോ ഗൈസ്, അങ്ങനെ നീണ്ട നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ എമ്പുരാൻ റിലീസായിരിക്കുകയാണ്. ഞാനിന്ന് പോയി ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തന്നെ കണ്ടു. ലൈഫിലെ ആദ്യത്തെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ആണ്. അപ്പോൾ അതിൻ്റെതായ ഒരു സന്തോഷമുണ്ട്. അതൊരു നല്ലൊരു ത്രില്ലിങ് എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ അതിലൊരു എമ്പുരാൻ്റെ ഒരു ചെറിയ റിവ്യൂ, അതായത് അങ്ങനെ ഇൻഡെപ്ത് റിവ്യൂ ഒന്നുമല്ല. അതായത് എന്താ പറയുക, നമ്മളെ ടെക്നിക്കൽ സൈഡ് അല്ലെങ്കിൽ കോണ്ടന്റ് വൈസ് അങ്ങനത്തെ ഇൻഡെപ്ത് റിവ്യൂ ഒന്നുമല്ല. ജസ്റ്റ് എൻ്റെ മനസ്സിൽ തോന്നി ഒന്ന് രണ്ട് കാര്യം പറയണമെന്ന് തോന്നി. അപ്പം ഒന്നാമത്തെ കാര്യം, ലാലേട്ടനെ പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സ്റ്റൈല്, അതായത് എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടിയെത്തുന്ന ഒരു സീൻ എന്ന് പറയുന്നത് ജനതാ ഗാരേജ് മൂവി. അതിന്റെ ക്ലൈമാക്സിൽ ലാലേട്ടനും ജൂനിയർ NTR കൂടെ ആ ഒരു ഉണ്ണി മുകുന്ദൻ, പുള്ളി ഒരു വില്ലൻ ക്യാരക്ടറാണെന്ന് തിരിച്ചറിയുന്ന സമയത്ത് പുള്ളിനെ കൊല്ലാൻ തീരുമാനിച്ച ശേഷം ഒരു സീനുണ്ട്. അതായത് വീടിന്റെ ഉള്ളിൽ കസേരയിൽ ലാലേട്ടൻ ഇങ്ങനെ മുണ്ടൊക്കെ എടുത്തിരിക്കുന്നു. ഒരു ഇരുട്ടിയ സമയമാണ്, എന്നാൽ നിലാവുണ്ട്. അപ്പൊ ആ നിലാവിന്റെ വെളിച്ചത്തിൽ ഇങ്ങനെ മഴ പെയ്യുന്നുണ്ട് ചെറുതായിട്ട്. പുള്ളി ഇങ്ങനെ കസേരയിൽ നിന്ന് സ്ലോ മോഷനിൽ ഇങ്ങനെ മുണ്ടൊക്കെ എടുത്ത് ഇങ്ങനെ എണീറ്റ് വരുമ്പോൾ ഒരു മലയാളി എന്നുള്ള നിലയിലും ഒരു ലാലേട്ടൻ ആരാധകൻ എന്നുള്ള നിലയിലും ചിലപ്പോൾ പലരുടെ മനസ്സിൽ തോന്നിക്കാണ്. എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം, ഇപ്പൊ ആ മുണ്ടൊക്കെ എടുത്ത് ഇങ്ങനെ മടക്കി കുത്തി ആ മുഖത്തൊരു രൗദ്രഭാവമൊക്കെ വരുന്ന ആ ഒരു സംഭവം പ്രതീക്ഷ. പക്ഷെ തെലുങ്ക് മൂവി ആയതുകൊണ്ടായിരിക്കും അത് അങ്ങനെ ഒരു സീൻ ഇല്ലായിരുന്നു. അപ്പം ഞാൻ പറയാൻ കാരണം വെച്ചാൽ ഇപ്പം ലൂസിഫറിലും എമ്പുരാനിലും ഞാൻ കണ്ട ഒരു ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അത് പൃഥ്വിരാജൻ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് സിനിമ ഒരു എന്താ പറയുക, ഒരു മാസ് എന്റർടൈനർ ആയിട്ട് തന്നെയാണ് പുള്ളി എടുത്തിരിക്കുന്നത്. അതായത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടാൻ വേണ്ടി തന്നെ എടുത്തിരിക്കുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ആ ലാലേട്ടനെ പ്ലേ ചെയ്തിരിക്കുന്ന രീതി ഓരോ സീനിലും, ഇപ്പം നമ്മൾ ലൂസിഫർ ആയാലും എമ്പുരാൻ ആയാലും, ഉദാഹരണം പറഞ്ഞാൽ ലൂസിഫറിലെ ആ ഒരു സീൻ, അതായത് പുള്ളി ആ പോലീസുകാരന്റെ നെഞ്ചത്ത് കാലെടുത്ത് വെക്കുന്ന ഒരു സീൻ ഉണ്ട്. അപ്പൊ ആ സീനിന്റെ തൊട്ട് മുന്നേ നമ്മൾ ആ കുട്ടീനെ പിടിച്ച് തള്ളുന്ന ഒരു സീനെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും, ലാലേട്ടൻ അങ്ങോട്ട് പിടിച്ചൊരു കൊടുക്കം കൊട്ടുന്നൊക്കെ നമ്മളിങ്ങനെ മനസ്സിൽ എക്സ്പെക്ട് ചെയ്യുന്ന ആ ഒരു സാധനത്തിന്റെ സമയത്ത് നമ്മൾ എന്ത് എക്സ്പെക്ട് ചെയ്തോ അതിനെ കഴിഞ്ഞും ഒരു പടി മുകളിലാണ് പൃഥ്വിരാജ് അത് ചെയ്തു വെച്ചിരിക്കുന്നത്. അതേ സെയിം സാധനം തന്നെയാണ് എമ്പുരാനിൽ സംഭവിച്ചിരിക്കുന്നത്. അതായത് ഇൻട്രോ ആകട്ടെ അല്ലെങ്കിൽ ഏത് സീനായാലും, ഇപ്പൊ അവിടെ എന്തെങ്കിലുമൊക്കെ നടക്കുന്ന നമ്മൾ മനസ്സിലൊരു ഏകദേശം ചിത്രം ഉണ്ടല്ലോ, അത് നമ്മൾ ചിന്തിക്കുന്നതിനെ കഴിഞ്ഞ് ഒരു പടി മുകളിൽ അല്ലെങ്കിൽ രണ്ട് പടി മുകളിൽ പുള്ളി അത് വൃത്തിക്ക് ചെയ്തു വെച്ചു. എസ്പെഷ്യലി വിത്ത് ദി BGM, അതായത് ദീപക് ദേവിന്റെ ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എല്ലാം കൂടെ വരുമ്പോഴത്തേനും ഒയ്യോ, ആ ലാലേട്ടന്റെ ഓരോ സീനും പുള്ളിനെ എലവേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു രീതി കണ്ടു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. തിയേറ്ററിൽ കിട്ടുന്ന ഒരു അനുഭവം അതാണ് ഒന്നാമത്തെ കാര്യം തോന്നിയത്. പിന്നെ രണ്ടാമത് പറഞ്ഞൊരു പണ്ട് എവിടെയോ കേട്ടിട്ടുള്ള ഒരു കഥയാണ്. കേട്ടിട്ടോ കണ്ടിട്ടോ ഒക്കെ ഉണ്ട്. ഇങ്ങനെ എത്രത്തോളം സത്യം ഉണ്ടെന്ന് അറിയില്ല. ഇങ്ങനെ ഒരു കാലത്ത് ഇങ്ങനെ ദാസേട്ടന്റെ പാട്ടൊന്നും അത്ര അങ്ങോട്ട് ഒരു ഇതാകുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു പഴയ ഫോമിലേക്ക് വരുന്നില്ല എന്നൊക്കെ ഇങ്ങനെ ഒരു ചെറിയ പരാതികളൊക്കെ വന്നു തുടങ്ങിയ ഒരു കാലത്ത് ദാസേട്ടന്റെ കഴിവ് എവിടെയും പോയിട്ടില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് രവീന്ദ്ര മാഷ് ദാസേട്ടന് വേണ്ടി തന്നെ മനഃപൂർവ്വം മ്യൂസിക് ചെയ്ത ആ ഒരു ഗാനമാണ് മറ്റേ ഹരിമുരളീരവം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതേപോലെ തോന്നിപ്പോയി ഈ ലൂസിഫർ എമ്പുരാനെ കണ്ടപ്പോൾ. അതായത് കുറച്ച് കാലങ്ങളായിട്ട് ലാലേട്ടന്റെ ഫ്ലോപ്പും കാര്യങ്ങളൊക്കെ വരുന്നതിന്റെ ഇടയിൽ പുള്ളിയുടെ ആ ഒരു അഭിനയത്തിന്റെ പാഠം എവിടെയും നഷ്ടപ്പെട്ടു പോയിട്ടില്ല എന്ന് കാണിക്കാൻ വേണ്ടി. കാര്യം നമ്മൾ കാലാകാലങ്ങളായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, ഏതൊരു സംവിധായകനും മടിക്കാതെ ക്ലോസപ്പ് ഷോട്ട് എടുക്കുന്ന ഒരു നടനാണ്, ഇന്ത്യയിലെ ഒരു നടനാണ് ലാലേട്ടൻ. അപ്പം ഈ ലൂസിഫറിൽ നോക്കിയാലും അതെ, എമ്പുരാനിലും അതെ, കുറെ ക്ലോസപ്പ് ഷോട്ടുകൾ വരുന്നുണ്ട്. അപ്പം പുള്ളിയുടെ കണ്ണുകളൊക്കെ അങ്ങനെ എന്താ പറയാ, കണ്ണുകളിൽ ഒരേ സമയം പല ഭാവങ്ങളാണ്, രൗദ്രവും ആ ഒരു എന്താ പറയാ, ഒരു കാരുണ്യത്തിൻ്റെതായാലെങ്കിലും അല്ലെങ്കിൽ ഒരു സങ്കടവും ഇതെല്ലാം കൂടിക്കലർന്ന പലതരത്തിലുള്ള വികാരങ്ങൾ കാണിക്കുന്ന രീതിയിലുള്ള കുറെ ക്ലോസപ്പ് ഷോട്ടുകളും ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പം പുള്ളീനെ ശരിക്കും പുള്ളിയുടെ ആ ഒരു അഭിനയപാഠം നഷ്ടപ്പെട്ടു പോയിട്ടില്ല എന്ന് കാണിക്കുന്ന തരത്തിലുള്ള സിനിമ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കി കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. അതായത് സിനിമ ഭയങ്കര നല്ല സിനിമയാണോ അല്ലെങ്കിൽ മോശം സിനിമയാണോ അങ്ങനത്തെ ഒരു കാര്യങ്ങൾ അഭിപ്രായം ഞാൻ പറയുന്നില്ല. അതൊക്കെ നിങ്ങൾ കണ്ട് വിലയിരുത്തുക. പക്ഷെ തിയേറ്ററിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അത് ഇന്നേ വരെ ഒരു മലയാള സിനിമയ്ക്കും നമ്മൾ കിട്ടാത്തൊരു സാധനം ഈ സിനിമയിൽ നമുക്ക് തിയേറ്ററിൽ കിട്ടുന്നുണ്ട്. അത് ഉറപ്പാണ്. നിങ്ങൾ എടുക്കുന്ന ടിക്കറ്റ്, ആ ടിക്കറ്റിനുള്ള ഇത് നമുക്ക് പൃഥ്വി അതിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പം ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഇനി നിങ്ങൾ കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.